എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ആക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇത് സാധാരണ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ റെസിപ്പി തന്നെയാണ്. ഈ റെസിപ്പി തന്നെ ഉപയോഗിച്ച് എങ്ങനെ കൂടുതൽ സോഫ്റ്റായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് ഇന്ന് പറയുന്നത്. നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാം. 3 കപ്പ് പച്ചരി അളന്നെടുക്കാം. ഇത് കുറച്ച് പശ കുറഞ്ഞ അരിയാണ്. ഇത് ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞ് കടയിൽ മേടിക്കാൻ കിട്ടും. അപ്പം ഉണ്ടാക്കുമ്പോഴും ഈ അരി തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഇതുപോലെ അരിക്കകത്തും പയർവർഗ്ഗത്തിൻ്റെ അകത്തുമൊക്കെ ആര്യവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാണികളും പുഴുവൊക്കെ കയറാതിരിക്കും. അടുത്തത് വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് 3 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്നാണ്. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉഴുന്ന് ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് ഉഴുന്നാണ് ഇവിടെ കൂടുതലിടുന്നത്. കുട്ടികളൊക്കെയുള്ള വീട്ടിൽ കുറച്ച് ഉഴുന്ന് കൂടുതലിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഉഴുന്ന് ഇതുപോലെ കുറച്ച് കൂടുതലിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇഡ്ഡലി മാവ് പൊങ്ങി വരും. പിന്നെ കുറച്ചും കൂടെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ട് ഇഡ്ഡലി കിട്ടും. 5-6 ഉലുവായും കൂടെ കുതിർക്കാനുള്ള അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റും കിട്ടും. വളരെ പെട്ടെന്ന് മാവ് പൊങ്ങി വരികയും ചെയ്യും. അരിയും ഉഴുന്നും ഇതുപോലെ ഒരു 6-7 മണിക്കൂറെങ്കിലും മിനിമം കുതിരാൻ വേണ്ടി വെക്കണം. ഇവിടെ ഏകദേശം ഒരു 6 മണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ട്. നന്നായി കഴുകിയെടുത്ത അരിയുടെ പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അരി അരയ്ക്കുന്നതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. 1/4 കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നല്ല കറക്റ്റായിട്ടുള്ള ബാറ്റർ കിട്ടും. അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇഡ്ഡലിക്കും അപ്പത്തിനുമൊക്കെ അരയ്ക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിൽ ഒഴിച്ചു വെക്കുന്നതാണ് നല്ലത്. ബാക്കി പകുതി അരിയും ആദ്യത്തെ രീതിയിൽ തന്നെ അരച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ട് അരി അരച്ചതിലേക്ക് ആകെ 1/2 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ സെറ്റ് അരിയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് നന്നായി കഴുകി അതും കൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് 1 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഉഴുന്നിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നരയ്ക്കുമ്പോൾ എപ്പോഴും കൂടുതൽ വെള്ളം വേണം. നന്നായിട്ട് അരച്ചെടുത്ത ഉഴുന്നും കൂടെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. നമുക്ക് പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇഡ്ഡലിക്ക് ആവശ്യമുള്ള കൂട്ടുകളൊക്കെ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കൈകൊണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈ കൊണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് ഇളകിയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നന്നായി ഇളക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കൂട്ടുകളും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അരിമാവ് താഴെയായിട്ട് പുളിക്കാതെ കിടക്കും. വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിയുടെ കൂട്ടിൻ്റെ പാകം മനസ്സിലാകും. ഇതേ കൂട്ട് വെച്ച് തന്നെ ദോശയും ഉണ്ടാക്കിയെടുക്കാം. അതും നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ട് കിട്ടും. അരച്ച് മിക്സ് ചെയ്ത മാവിനി അടച്ചു വെക്കാം. ഒരു 8 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല പൊങ്ങി ഇഡ്ഡലി ഉണ്ടാക്കാൻ പാകത്തിന് റെഡിയായി കിട്ടും. 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതുകൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇഡ്ഡലിത്തട്ടിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ പറ്റും. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മാവ് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി ഇഡ്ഡലി പരസ്പരം ഒട്ടിപ്പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇഡ്ഡലിയുടെ കൂട്ട് അപ്പച്ചമ്പിൽ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 25-30 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇഡ്ഡലി റെഡിയായി കിട്ടും. ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ ഇഡ്ഡലി റെഡിയായിട്ടുണ്ട്. ഇതുപോലെ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഇഡ്ഡലി റെഡിയായെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇഡ്ഡലി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം മാത്രം ഈ ഇഡ്ഡലിത്തട്ടിൽ നിന്ന് മാറ്റിയാൽ മതി.
ഇതേ കൂട്ട് വെച്ച് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ദോശയ്ക്ക് അരയ്ക്കുമ്പോൾ ഇത്രയും ഉഴുന്നിൻ്റെ ആവശ്യമില്ല, എന്നാലും ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ ചൂടോടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ടേസ്റ്റായിട്ട് കഴിച്ചോളും. 2 ദോശ ഉണ്ടാക്കിയ സമയമായപ്പോഴേക്ക് ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനി ഇഡ്ഡലിത്തട്ടിൽ നിന്ന് മാറ്റാം. ഈ ഇഡ്ഡലി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്ര സോഫ്റ്റ് ആണെന്ന്. അതുപോലെ തന്നെ ടേസ്റ്റുമുണ്ട് ഈ ഇഡ്ഡലിക്ക്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.